രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമെല്ലാം കാണുന്നുണ്ട്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം തരും. നിങ്ങൾ ദൈവനാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ശക്തിയുണ്ട്, അതിന് പ്രതിഫലവുമുണ്ട്. യേശു കർത്താവ് പ്രഭാഷണം തുടരുകയാണ്. യേശു തൻ്റെ അടുക്കൽ വന്ന ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ അത് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. നിങ്ങളുടെ നീതിയെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മനുഷ്യരുടെ കണ്ണിന് മുൻപിൽ ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. ദൈവം നിങ്ങളുടെ പ്രവൃത്തി കാണുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണെങ്കിൽ അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ നിങ്ങളെ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞേ? പരസ്യമായി സഭയിൽ നാം പ്രാർത്ഥിക്കുന്ന പോലെ, ഒരുമിച്ച് കൂടി വന്ന് നാം പ്രാർത്ഥിക്കുന്ന പോലെ അല്ല. മനുഷ്യർ കാണേണ്ടതിന്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഒത്തിരി അതിഭാഷണത്താലൊക്കെ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് ദൈവം പറയുന്നത്. അതിഭാഷണത്താൽ നമുക്കുത്തരം ലഭിക്കത്തില്ല. നാം പറയുന്ന ഒരു വാക്ക് അത് ദൈവം കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന പ്രാർത്ഥന, അതിന് റിസൾട്ടുണ്ട്, അതിനൊരു രഹസ്യ സ്വഭാവവും ഉണ്ട്. യേശു പിന്നെയും പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ഉപവാസം കാണുന്നൊരു സ്വർഗമുണ്ട്, അതിന് രഹസ്യ സ്വഭാവമുണ്ട്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകി തരും. പ്രിയപ്പെട്ടവരെ, സ്തുതി ദൈവത്തിനാണ്, ആരാധന ദൈവത്തിനാണ്, പ്രാർത്ഥന ദൈവത്തോടാണ്. നാം ചെയ്യുന്ന ഏതൊരു ശുശ്രൂഷയും ദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ദൈവത്തെ മുൻപിൽ കണ്ട് നമുക്കത് ചെയ്യാം, ദൈവത്തെ പ്രസാദിപ്പിക്കാം. നാം അത് രഹസ്യമായി ചെയ്താൽ, പ്രാർത്ഥനയാകട്ടെ, ഉപവാസമാകട്ടെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതാകട്ടെ, രഹസ്യമായി ചെയ്താൽ ദൈവം പറയുകയാണ് അതിനൊരു പ്രതിഫലമുണ്ട്, അത് പിതാവ് നിങ്ങൾക്ക് തരും. ഇന്ന് പകൽക്കാലം ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ, ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരെ, നിങ്ങൾക്ക് ഒരു പ്രതിഫലമുണ്ട്. സഭയെ ശുശ്രൂഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, അതിനൊരു പ്രതിഫലമുണ്ട്. നിങ്ങളുടെ പ്രതിഫലം അത് നിത്യതയിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരും, തേജസ്സോടെ വെളിപ്പെട്ടു വരും. പുഴുവും തുരുമ്പും കെടുക്കാത്ത, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത സ്വർഗീയ ബാങ്കിലാണ് നിങ്ങൾ ആ നിക്ഷേപം സ്വരൂപിക്കുന്നത്. അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവം കാണുന്നുണ്ട് എന്ന പ്രത്യാശയോടെ രഹസ്യത്തിൽ ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാം. വചനത്തോട്
പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.